എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2025 വർഷത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25 മുതൽ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയ ഭൂരിഭാഗം പേരും പെൻഷൻ സൈറ്റ് ജാമായതോടുകൂടി മണിക്കൂറുകൾ കാത്തിരുന്ന് തിരികെ പോവുകയായിരുന്നു. ചിലർക്കൊക്കെ മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിച്ചുള്ളൂ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അനുവദിക്കപ്പെട്ട വാർഷികകാല പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവരുമാണ് ഓഗസ്റ്റ് 24-നുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത്. 2024 ഡിസംബർ 31-ന് മുൻപായിട്ട് ക്ഷേമ പെൻഷൻ അനുവദിച്ച മുഴുവൻ പേരും മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. പെൻഷൻകാർ അവരുടെ ആധാർ കാർഡുമായിട്ടാണ് മസ്റ്ററിങ്ങിന് എത്തേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ കൈവിരൽ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്തോ, ഇതിനു പുറമെ നമ്മൾ മുൻപായിട്ട് ആധാർ കാർഡുമായിട്ട് ശേഖരിച്ചിട്ടുള്ള കൈവിരൽ അടയാളം അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഐറിസ് എന്നിവയുമായി ഒത്തുനോക്കി രണ്ടും ഒന്നാണെന്ന് കണ്ടെത്തിയാണ് മസ്റ്ററിംഗ് വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ആധാർ ഡേറ്റയുടെ വെരിഫിക്കേഷൻ കൂടി നടക്കുന്നുണ്ടെന്നാണ് ഇതിനർത്ഥം. എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിവിധ കോഴ്സ് അഡ്മിഷനുമായി ബന്ധപ്പെടുത്തി, വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെടുത്തിയൊക്കെ ആധാർ ഓതൻറ്റിഫിക്കേഷൻ നിലവിൽ വൻതോതിൽ നടന്നു വരികയാണ്. അതിനോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻകാരും ഇന്നലെ വ്യാപകമായിട്ട് എത്തിയതോടുകൂടി സൈറ്റ് ജാം ആവുകയായിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ 2ാം ദിവസം ഉണ്ടായതിനെ തുടർന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ 2ാം ദിനം മസ്റ്ററിംഗ് നടപടികൾ നടന്നു വരികയാണ്. ആയിരക്കണക്കിന് പേരാണ് 2ാം ദിനത്തിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത്. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് നടക്കുമ്പോഴും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ സൈറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്നു. അതിനാൽ ആദ്യത്തെ കുറച്ച് ദിവസം അക്ഷയ കേന്ദ്രങ്ങൾ നിങ്ങളുടെ അടുത്തല്ല അകലെയാണെങ്കിൽ വിളിച്ചു ചോദിച്ച ശേഷം മസ്റ്ററിംഗ് തടസ്സമില്ലാതെ ഉണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം പോകേണ്ടതാണ്. 2 മാസത്തോളം സമയമുണ്ട്. മാത്രമല്ല ജൂലൈയിലും ഓഗസ്റ്റിലും സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്കും ലഭിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ അവസാന തീയതിക്കകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസം മുതലൊക്കെയുള്ള പെൻഷൻ തുക മുടങ്ങുന്നത്. ഓഗസ്റ്റ് 24-ന് ശേഷവും ധാരാളം പേർ മസ്റ്ററിംഗ് ചെയ്യുവാൻ ബാക്കിയുണ്ടെങ്കിൽ സർക്കാർ 1 മാസം കൂടിയൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ തീയതി നീട്ടി നൽകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ തിരക്കിട്ട് മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവസാന തീയതി വരെ കാത്തുനിന്ന് തിരക്കിൽപ്പെടേണ്ട കാര്യമില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ദിവസവും സമയം നോക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ കൈവിരൽ രേഖയൊക്കെ മാഞ്ഞത് മൂലമോ അല്ലെങ്കിൽ മറ്റ് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ മസ്റ്ററിംഗ് ഫെയില്യൂർ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റും ഗസറ്റഡ് ഓഫീസർമാരിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ നൽകിയാൽ മതി. നിങ്ങളുടെ മസ്റ്ററിംഗ് ഇതോടൊപ്പം തന്നെ പൂർത്തീകരിക്കുന്നതാണ്. അക്ഷയയിൽ മസ്റ്ററിങ്ങിന് 30 രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത്. കിടപ്പ് രോഗികൾക്കും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 50 രൂപയായിരിക്കും. ഇനി രണ്ടാമത്തേത് ജൂൺ മാസത്തെ പെൻഷനായിട്ടുള്ള 1600 രൂപ ഇപ്പോഴും പലർക്കും ലഭിച്ചിട്ടില്ലെന്ന് അറിയിപ്പ് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ജൂൺ 20 മുതൽ 27-ാം തീയതി വരെയാണ് സംസ്ഥാനത്തെ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിതരണം 20-ന് തുടങ്ങാൻ വൈകിയതിനാൽ ഏതാനും ദിവസങ്ങൾ കൂടി പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. ജൂലൈ ആദ്യ ആഴ്ചയിലും നിങ്ങൾക്ക് തുക എത്തിയിട്ടില്ല എങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയോ പഞ്ചായത്ത് ക്ഷേമകാര്യ വിഭാഗത്തിൽ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.